നമസ്കാരം, ഞാൻ ഷാഹിൻ. ഇന്ത്യൻ ക്ലാസിഫൈഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഫേമസ് പ്ലേസായ പേയാടിനടുത്ത് തച്ചോട്ടുകാവ് എന്ന് പറഞ്ഞ പ്രോപ്പർ പ്ലേസിലാണ്. തച്ചോട്ടുകാവ് ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ എക്സാക്ട്ലി നിൽക്കുന്നത്. ഇവിടെ നിന്ന് ആ റോഡ് പോകുന്ന മലയങ്കീഴ് ആ റൂട്ടാണ്. നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത് ഒരു മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയിലെ 5 പ്ലോട്ടുകളാണ് സെയിലുള്ളത്. അപ്പോൾ ആ പ്ലോട്ടിലേക്ക് പോകാനുള്ളത് ഈ വഴിയാണ് നമുക്ക് ആ പ്ലോട്ടിലേക്ക് പോകാനുള്ളത്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പേയാട് ആ ഒരു ഏരിയ, പേയാട് തിരുമല ആ ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വെറും ഒരു 50 മീറ്റർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലോട്ടിലേക്ക് പോകാനുള്ള നമ്മുടെ അടുത്ത ലാൻഡ് മാർക്ക്, അതായത് ഓർക്കിഡ് വില്ലാസ് എന്ന് പറഞ്ഞ ലാൻഡ് മാർക്ക് എത്തും. അവിടെ നിന്ന് ഞാൻ ബാക്കി നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. നമ്മൾ നേരത്തെ നിന്ന് തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് വെറും 50 മീറ്റർ മാറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ആ റൂട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാട്ടാക്കട എത്താൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നേരെ തിരിച്ച് എൻ്റെ ഈ റൈറ്റ് ഡയറക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേയാട്, മലയങ്കീഴ്, തച്ചോട്ടുകാവ് ജംഗ്ഷൻ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. തിരുമല ആ ഏരിയയിലോട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഒരു ബേസിക് ലാൻഡ് മാർക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് ഓർക്കിഡ് വില്ലാസ്. കണ്ടില്ലേ? ഈ ഒരു ഓർക്കിഡ് വില്ലാസിനകത്താണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന 5 സെയിലിനുള്ള പ്ലോട്ടുകളുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലോട്ടിലേക്ക് പോകാനുള്ള വഴി ഇതാണ്. ഇവിടെ നിന്ന് വെറും ഒരു 100 മീറ്ററൊക്കെ ഉണ്ടാവും. ഒരു 100 മീറ്ററൊക്കെ ഉണ്ടാവും നമ്മുടെ പ്ലോട്ടിലേക്ക്. വളരെ അടുത്താണ്. അപ്പോൾ ഈ ഒരു വലിയ വാഹനം പോകുന്ന ഒരു വഴി തന്നെയാണ് ഈ ഒരു വഴി. അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലോട്ടിലേക്കും വലിയ വാഹനങ്ങൾ പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലോട്ട് പരിചയപ്പെടാം. ഇവിടെ ഒരുപാട് പ്ലോട്ടുകളുണ്ട് കേട്ടോ ഈ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ പ്ലോട്ടുകളും സെയിലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വീടുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. അപ്പോൾ ഒരുപാട് വീടുകൾ ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലാണ്, പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഏറ്റവും സ്പീഡായിട്ട് സെല്ല് ചെയ്ത് പോകുന്ന പ്ലോട്ട്സ് ആണുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയയുടെ ഈ ഒരു സ്പെഷ്യാലിറ്റിയും ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഭംഗിയും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ പ്ലോട്ടായിട്ട് പരിചയപ്പെടാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള ഫുൾ പ്ലോട്ട്സ് ആണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം കൂടെ 8 പ്ലോട്ട് ഉണ്ട്. അതിലൊരു 3 എണ്ണം ഓൾറെഡി സെയിലായി. നമുക്കൊരു 5 എണ്ണം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അപ്പോൾ ആദ്യത്തെ പ്ലോട്ടാണ് ഇത്. ഈ പ്ലോട്ട് വരുന്നത് 5.3 5300 ഈ പ്ലോട്ടിന്റെ സെന്റ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലോട്ട്. ഇനി നമ്മുടെ സെക്കൻഡ് പ്ലോട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വഴി കേട്ടോ. എല്ലാ പ്ലോട്ടുകളിലേക്കും പോകാനുള്ള വഴി ഇതാണ്. ഒരു വലിയ വണ്ടി തന്നെ ഈ വഴി പോകാൻ പറ്റും. നമുക്ക് വലിയ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഓടിച്ച് കയറ്റാൻ പറ്റുന്ന രീതിയാണ്. ഇത് സെക്കൻഡ് പ്ലോട്ടാണ്. ഇത് ഓൾറെഡി സെയിലായിപ്പോയി. ഇത് 10 സെന്റിന് ഒരു പ്ലോട്ടായിരുന്നു, ഓൾറെഡി സെയിലായി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാരണം ഈ ഒരു ലാൻഡ് മാർക്കും ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രോപ്പർട്ടിയിലെ ആ ഒരു സ്പെഷ്യാലിറ്റി കാരണമാണ് ഇത്രയും പെട്ടെന്ന് ഈ പ്ലോട്ടുകളെല്ലാം സെയിലായി പോകുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് പ്ലോട്ട്. ഓക്കെ, ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഫസ്റ്റ് പ്ലോട്ട് 5.3 സെന്റ്. ഈ ഒരു സെക്കൻഡ് പ്ലോട്ട് വരുന്നത് 4.75 4750 സെന്റ് വരുന്നത് ഈ ഒരു പ്ലോട്ടിന്റെ. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലോട്ട്. 4750 സെന്റ് വരുന്നത്. ഇനി അടുത്ത പ്ലോട്ട് പരിചയപ്പെടാം. ഇപ്പം 3.3 ഈ ഒരു വഴിയുടെ വീതി പറയുന്നത്. നമുക്ക് ഏത് വലിയ വാഹനവും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന തേർഡ് പ്ലോട്ട്. ഈ ഒരു തേർഡ് പ്ലോട്ട് വരുന്നത് 4 സെന്റാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അവിടെ പരിചയപ്പെടുത്തി, സെക്കൻഡ് ഇത് തേർഡ്. ഇനി അടുത്ത പ്ലോട്ട് നമ്മുടെ വരുന്നത് ഇതാണ്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്ന പ്ലോട്ട്സ് എല്ലാം സ്പീഡായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതാ ഫൈനൽ സ്റ്റേജിലുള്ള വീടുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതും സെയിലായി കഴിഞ്ഞു ഓൾറെഡി. ഈ പ്ലോട്ട് ഓൾറെഡി സെയിലായി കഴിഞ്ഞു. നമുക്കടുത്തത് ഇതാണ് നമുക്കടുത്ത സെയിലിനുള്ള പ്ലോട്ട്. 4ാമത്തെ പ്ലോട്ട് ഞാൻ പറയാൻ പോകുന്നത്. 4ാമത്തെ പ്ലോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെന്റാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ടോട്ടൽ 5 സെന്റാണ് ഈ ഒരു സെയിലിനുള്ള പ്ലോട്ട് വരുന്നത്. തൊട്ടപ്പുറത്തെ പ്ലോട്ട് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്പീഡായിട്ട് സെല്ലായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സെല്ലായ അടുത്ത പ്ലോട്ടാണ്. ഇത് ഓൾറെഡി സെല്ലായി. ഇനി നമുക്കുള്ള ഫൈനൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന 5ാമത്തെ പ്ലോട്ട്. ഇതും 5 സെന്റ് വരുന്ന പ്ലോട്ടാണ്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് 5 സെന്റ്. അപ്പോൾ ഇതൊരു സ്ലോപ്പി ഏരിയ ആണ്, ഒരു ഇറക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് പ്ലോട്ടാണിത്. ഓക്കെ, അപ്പോൾ വീട് വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണിത്. കാരണം തച്ചോട്ടുകാവ് പ്രൈം ലൊക്കേഷനിൽ നിന്ന് വെറും ഒരു 300 മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്ലോട്ട്സ് എല്ലാം വരുന്നത്. ഓക്കെ, നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ബേസിക് ലാൻഡ് മാർക്ക് പറയുകയാണെങ്കിൽ ബൈസൺ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ജിമ്മുണ്ട്. ഒരു ഫേമസ് ജിമ്മാണ് ബൈസൺ ഫിറ്റ്നസ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഇത് വരുന്നത്. പിന്നെ നമ്മളൊരു വീടോ നമ്മുടെ പ്ലോട്ടോ വാങ്ങിക്കാൻ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ചുറ്റുമുള്ള ആക്സസിബിലിറ്റിയാണ്. നമുക്ക് തൊട്ടടുത്ത് കടയുണ്ടോ, ഹോസ്പിറ്റലുണ്ടോ, സ്കൂളുണ്ടോ, കോളേജുണ്ടോ, എല്ലാം ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് വെറും ഒരു കൂടിപ്പോയി 300 മീറ്റർ മാത്രമേ ഉള്ളൂ. തൊട്ടടുത്താണ് ഇവിടെ
നമ്മുടെ ട്രാവൻകോർ ഹോസ്പിറ്റൽ തൊട്ടടുത്ത്. നമുക്ക് ഏറ്റവും എമർജൻസി നമുക്ക് ആവശ്യമുള്ള ഹോസ്പിറ്റലാണ്. നമ്മളെ തൊട്ടടുത്ത് നമ്മൾ എവിടെയാണോ പ്ലോട്ട് വാങ്ങിക്കുന്നത്, വീട് വാങ്ങിക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റലുള്ളത് നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ട്രാവൻകോർ ഹോസ്പിറ്റൽ ഇതിൻ്റെ തൊട്ടടുത്താണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള വഴി നമുക്ക് തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ, കുറച്ചെന്ന് വെച്ചാൽ ഒരു 100 മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഓർക്കിഡ് വില്ലാസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാൻ പറ്റും. ആ ബോർഡിനകത്തേക്ക് ഒരു 300 മീറ്റർ മാത്രം കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബൈസൺ ഫിറ്റ്നസ് ജിം കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കിഡ് വില്ലാസിൽ നിന്ന് നമ്മുടെ ഈ ഒരു വഴിയിൽ നിന്ന് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി കയറാൻ വേണ്ടി 3 വഴികളാണുള്ളത്. ഒന്ന് ഇത് അത്യാവശ്യം ഒരു മീഡിയം വാഹനങ്ങൾക്ക് വരാൻ പറ്റുന്ന വഴിയാണ് എൻ്റെ വലത്തെ സൈഡിലുള്ളത്. അടുത്തത് ഈ വഴി പോവുകയാണെങ്കിൽ നമുക്ക് ചെറിയ വാഹനങ്ങൾ, ബൈക്കോ സ്കൂട്ടിയോ അതങ്ങനെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഓർക്കിഡ് വില്ലാസ് എഴുതിയിട്ടുണ്ട്. ആ ഒരു വഴി ചെറിയ വാഹനങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്നതാണ്. അത് കണക്റ്റ് ആവുന്നത് നമ്മുടെ ഈ ഒരു പ്ലോട്ടിൻ്റെ ആ നടുക്കുള്ള ഒരു വഴി കൊടുത്തിട്ടുണ്ട്, ഇവിടെയാണ് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് വന്ന് ഇവിടെ കയറാൻ പറ്റും. അപ്പോൾ വലിയ വാഹനങ്ങൾക്ക് പോകാനായിട്ട് അവർ ഈ ഒരു വലിയ വഴി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പരിചയപ്പെടുത്തി തന്ന 5 പ്ലോട്ടിൽ നമുക്ക് എത്താൻ വേണ്ടിയിട്ട് വലിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു 3.3 ഒരു വീതിയുള്ള ഒരു വഴിയാണ് ഓണേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഒരു പ്ലോട്ടിൻ്റെയോ ഒരു വീടിൻ്റെയോ റേറ്റ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും ഒരു ഡൗട്ട്ഫുൾ ഫാക്ടർ അത് തന്നെയാണ്. അതാണ് ഒരു ബേസിക് ഒരു ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, റേറ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന 5 പ്ലോട്ടുകൾക്കും 1 സെന്റിന് ഓണർ ചോദിക്കുന്ന റേറ്റ് 7 lakhs ആണ്. 7 ലക്ഷം രൂപയാണ് 1 സെന്റിന് ചോദിക്കുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ വില തീർത്തും നെഗോഷ്യബിൾ ആണ്. ഇതിൽ ഒരുപാട് പേര് കമന്റ് ബോക്സിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ വില നിങ്ങൾ കയറ്റി പറയുന്നതല്ല, ഇതിൽ കമ്മീഷൻ ഇല്ലേ, ബ്രോക്കറേജ് ഇല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനെ ഞാൻ ക്ലിയർ ആക്കി തരാം. നമ്മളിവിടെ വരുന്നു, ഓണറുമായിട്ട് സംസാരിക്കുന്നു, നമ്മൾ ഈ വീഡിയോ എടുക്കുന്നു, ഈ ഫുൾ പ്ലോട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തരുന്നു. അത്ര മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ടുവേർഡ്സ് എൻഡ് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഓണറിന്റെ നമ്പർ ഇട്ടേക്കും. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ വിളിക്കാൻ പോകുന്ന ഓണറെ തന്നെയാണ്. ഓണറിനെ വിളിക്കുക, ആൾ ചോദിക്കുന്ന റേറ്റുമായിട്ട് നിങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് ഒരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യുക, ഇവിടെ വരിക, പ്ലോട്ട് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പ്ലോട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അക്സസിബിലിറ്റി എല്ലാം ഇതിന് ചുറ്റും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പ്ലസ് എന്തെങ്കിലും അക്സസിബിലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡീല് ഫിക്സ് ചെയ്യാം. 7 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ തീർത്തും നെഗോഷ്യബിൾ ആണ്. അദ്ദേഹമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു റേറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ 1 സെന്റിന് ചോദിക്കുന്ന വില 7 ലക്ഷം രൂപയാണ്. അപ്പോൾ ഞാൻ പറയും ഈ ഒരു ഡീല് ഒരു അടിപൊളി ഡീൽ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് ഒരു 100 മീറ്റർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചോദിക്കുന്ന റേറ്റ് 10 ലക്ഷം രൂപയാണ്. തച്ചോട്ടുകാവ് മെയിൻ റോഡിൽ ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കയറിയാൽ മതി, കുറച്ച് നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ അകത്തേക്കുള്ളൂ. അപ്പോൾ ഇവിടെ അവർ ചോദിക്കുന്നത് 7 ലക്ഷം, അതും തീർത്തും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതൊരു ഉഗ്രൻ ഡീൽ തന്നെ ആയിരിക്കും ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നില്ല, ഒരുപാട് വീഡിയോകൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ്, ഒരുപാട് വീഡിയോകൾ ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്ലോട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ഇപ്പം ഇവിടെ വീട് വെക്കാൻ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ പ്ലോട്ട് വാങ്ങിച്ച് വെക്കുകയാണെന്ന് വെച്ചോ, എങ്കിൽ തന്നെ നമുക്കൊരു 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ പ്ലോട്ടിന്റെ വില മാറും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവർ 7 ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ വില കൂടും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജും ഇവിടെ പ്ലോട്ട് വാങ്ങിച്ചു വിട്ടാൽ നമുക്കുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ്, അത് ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ഇറക്കത്തിലാണ് ഈ പ്ലോട്ടുകളെല്ലാം ഉള്ളത്. അപ്പം ഇതിന്റെ മേളിൽ നോക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി ഒരു വിഷ്വലാണ്, ഒരു നല്ലൊരു ഗംഭീര ഒരു ആംബിയൻസ് ആണ് ഈ ഇവിടെ വരുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പീഡായിട്ട് ഒരുപാട് പ്ലോട്ടുകൾ ഇവിടെ സെയിലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങൾ ഓണറിനെ വിളിച്ച് ഡീല് ഫിക്സ് ചെയ്ത് ഈ ഒരു പ്ലോട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു റേറ്റിന് ഭയങ്കര രീതിയിലുള്ളൊരു ലാഭം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരു പ്ലോട്ട്. പിന്നെ അടുത്തൊരു പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 7 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും നമ്മൾ കയ്യിൽ നിന്നിട്ട് പറയുന്ന റേറ്റ് ആയിരിക്കുമെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. കാര്യം ഈ വില നിർണ്ണയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വില നിശ്ചയിക്കുന്നതിൽ ഓണറും നിങ്ങളും തമ്മിൽ മാത്രമേ ഉള്ളൂ നെഗോഷിയേഷൻ. നമുക്കിതിൽ യാതൊരുവിധ നമ്മളിതിൽ ഇടപെടാനോ ഒരു കാര്യത്തിലും നമ്മൾ വരില്ല. അതുപോലെ തന്നെ നമുക്കിതിൽ ഇനി റോളില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യം ചെയ്യലാണ്. അതായത് ഈ ഒരു പ്ലോട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നു, ഓണറുമായിട്ട് സംസാരിച്ചു, ഇതിൻ്റെ സെൻറ്റും വിലയും എല്ലാം മനസ്സിലാക്കി ഓണർ പറഞ്ഞു തന്ന വിലയാണ് 7 lakhs. ആ 7 ലക്ഷം രൂപയാണ് നമ്മൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറിനെ വിളിക്കാം, ഓണറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിന് നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്ലോട്ട് കാണാം. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഭംഗി, ഈ ഒരു ഗംഭീര പ്ലോട്ടാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്ലോട്ട് വിസിറ്റ് ചെയ്ത് ഓണറുമായിട്ട് സംസാരിച്ച് ഒരു ഡീല് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം.